എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫയല് ആ വ്യക്തിയെ ഓർത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കൂ. ആ വ്യക്തിയുടെ അടുത്ത നീക്കം എന്താണെന്ന് കൃത്യമായി നമുക്കറിയാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ വ്യക്തിയുടെ ഏറ്റവും അടുത്ത നീക്കം എന്താണെന്നുള്ളതാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. അതിൽ ഈ ഫയലാണ് നിങ്ങൾ സ്വീകരിച്ചതെങ്കിൽ നിങ്ങളുടെ റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. ഇത് ദി ഫൂൾ എന്നറിയപ്പെടുന്ന ഒരു ടറോട്ട് കാർഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയുടെ അടുത്ത നീക്കം എന്താണെന്നാണ് നാം നോക്കുന്നത്. തീർച്ചയായിട്ടും മുന്നും പിന്നും നോക്കാതെ നിർഭയത്തോടെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് നാം കാണുന്നത്. നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ ആരായാലും ശരി, ആ വ്യക്തി നിർഭയത്വത്തോടെ മുന്നോട്ട് പോവുകയാണ്. യാതൊരു ഭയവും തന്നിലില്ലാതെ, യാതൊന്നിനെക്കുറിച്ചും ആലോചിക്കാതെ ഒരു പുതിയ തുടക്കത്തിനായി ഒരു വ്യക്തി ഇറങ്ങുന്നു. അതെന്തിനാണെന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ മനസ്സിലിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി നിർഭയത്വത്തോടെ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങുകയാണ്. ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഭയവുമില്ല. ഭാവിയിൽ എന്ത് സംഭവിച്ചാലും തനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ്. ആ വ്യക്തിയുടെ ചിന്തയിൽ ഒരുപാട് കാര്യങ്ങൾ മിന്നിമറയുന്നുണ്ട്. പക്ഷേ ആശങ്കകളോ നാളെ എന്ത് സംഭവിക്കുമെന്നോ എന്നതിനെക്കുറിച്ചൊന്നും ആ വ്യക്തി ചിന്തിക്കുന്നില്ല. നിർഭയത്വത്തോടെ ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ്. പലപ്പോഴും ആ വ്യക്തിക്ക് മുൻപ് ഈ നിർഭയത്വമോ ആത്മവിശ്വാസമോ ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനെയും ഭയപ്പെട്ട ആ വ്യക്തി ഇപ്പോൾ ഒന്നിനെയും ഭയപ്പെടാതെ മുന്നോട്ട് പോവുകയാണ്. താൻ നേടിയെടുത്ത തൻ്റെ മനസ്സിൽ ഉറച്ച ലക്ഷ്യം സാധിക്കുക, ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ആ ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ആ വ്യക്തിയുടെ നിർഭയത്വത്തെക്കുറിച്ച് നാം പറയാൻ കാരണം, നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ചിത്രത്തിൽ ഒരാൾ തല മറച്ചുകൊണ്ട്, ശിരസ് മറിച്ചുകൊണ്ട്, വർണ്ണവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അലക്ഷ്യമായി മുന്നോട്ട് പോകുന്നു. ആ വ്യക്തിയുടെ യാത്ര അലക്ഷ്യമല്ല, പക്ഷേ വലിയൊരു സ്വപ്നം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അകലെ നിൽക്കുന്ന സൂര്യനെ നോക്കി ആ വ്യക്തി മുഖാമുഖം നിൽക്കുന്നുണ്ട്. അതായത് ഊർജത്തോടെയാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. ആ വ്യക്തി ഭയക്കുന്നില്ല. മുന്നിൽ ഭയങ്കരമായൊരു കുഴിയുണ്ടായിട്ടും, അല്ലെങ്കിൽ ഭയങ്കരമായ ആ വ്യക്തിക്ക് അധികം മുന്നോട്ട് പോകാത്ത ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിട്ടും ആ വ്യക്തി തൻ്റെ യാത്ര മടിക്കുന്നില്ല. മുന്നോട്ടെടുത്ത് വെച്ച കാല് പിന്നോട്ടെടുക്കാതെ ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ്. പുതിയൊരു തുടക്കത്തിലേക്ക് വരികയാണ്. കാരണം ആ വ്യക്തിയുടെ യാത്രയുടെ തലം തന്നെ മാറുകയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി പുതിയൊരു യാത്രക്കും ജീവിതത്തിലൊരു മാറ്റത്തിനും തയ്യാറെടുക്കുന്നുവെന്ന് നമുക്ക് കൃത്യമായി അനുമാനിക്കാം. നമുക്ക് രണ്ടാമത്തെ ഫയലിലേക്ക് പോകാം. 8 ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നാം ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും 8 ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരാൾ തിരിഞ്ഞു നടക്കുകയാണ്. തൻ്റെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്ത ആ വ്യക്തി ഇപ്പോൾ തൻ്റെ യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് തിരികെ നടന്നു പോകുന്നു. അതായത് തനിക്ക് ഇതുവരെ ജീവിതത്തിലുണ്ടായ ലക്ഷ്യം തനിക്ക് സാധൂകരിക്കാൻ, അത് നേടുവാനോ അവിടെ എത്തിച്ചേരാനോ എനിക്ക് സാധിക്കില്ല എന്നുള്ള ബോധ്യത്താൽ ആ വ്യക്തി തൻ്റെ ലക്ഷ്യങ്ങൾ മാറി, തൻ്റെ ലക്ഷ്യസ്ഥാനം മാറി, താൻ ഏത് വ്യക്തിയാണോ ഉദ്ദേശിച്ചത് ആ വ്യക്തിയിൽ നിന്ന് മാറി തിരിഞ്ഞു നടക്കുകയാണ്. അതായത് തൻ്റെ ചിന്തയിൽ, തൻ്റെ സ്വപ്നങ്ങളിൽ, തൻ്റെ ലക്ഷ്യങ്ങളിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു. അതായത് പഴയ ഇടത്തോ, പഴയ വ്യക്തിയുടെ അടുത്തോ, പഴയ സ്ഥലത്തോ താൻ ഇനിയും പോകുന്നത് തനിക്ക് ഭൂഷണമല്ല എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. ആ വ്യക്തി ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മാറ്റിപ്പിടിക്കുന്നു. ജീവിതാനുഭവങ്ങൾ തനിക്ക് അനുകൂലമായിരുന്നില്ലെന്നും, താൻ ആരെയാണോ മുൻപ് ആശ്രയിച്ചിരുന്നത്, ആഗ്രഹിച്ചിരുന്നത്, ആ വ്യക്തി തുടർന്നും തന്നെ ആഗ്രഹിക്കുന്നില്ലെന്നും, ഇനി ആ വ്യക്തിയുമായി തനിക്കൊന്നും നേടുവാനില്ലെന്നും, ആ വ്യക്തിയിൽ നിന്നും മാറി
താൻ പോകുന്നതാണ് നല്ലതും എന്നുള്ള ഒരു ബോധ്യം ആ വ്യക്തിക്കുണ്ടാകുന്നു. അങ്ങനെ ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഇതുവരെയുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾക്ക് വിടവർ നൽകിക്കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ആ വ്യക്തിക്ക് ജീവിതാനുഭവത്തിൻ്റെ കരുത്തുണ്ട്. ആ വ്യക്തി ഇവിടം ആദ്യഘട്ടത്തിൽ നഷ്ടപ്പെട്ടെങ്കിലും ഇനി നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള കരുത്തുമായിട്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. ആ വ്യക്തിയെ സംബന്ധിച്ച് ഇനി ഒരിക്കലും തനിക്കൊന്നും ഇല്ലാത്ത ഒരു ബോധ്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതവുമായി ഈ റീഡിങ്ങിനെ തട്ടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ നിന്നും ഇനി തനിക്ക് അവിടെ രക്ഷയില്ല എന്ന് കണ്ട്, അല്ലെങ്കിൽ താൻ ഇനിയും അതേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നല്ലതല്ല, തനിക്കും താൻ ഇഷ്ടപ്പെടുന്ന ആൾക്കും അത് നല്ലതല്ല എന്നുള്ള ബോധ്യത്തോടെ ആ വ്യക്തി മറ്റൊരു ലക്ഷ്യത്തിലേക്ക് മാറുന്നു, അതിലേക്ക് യാത്ര ചെയ്യുന്നു. ആ വ്യക്തിയുടെ യാത്രയും ചിന്തയും ആ വ്യക്തിയുടെ സഹവർത്തിത്വവും മാറുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് വ്യക്തമാക്കാനുള്ളത്. പക്ഷേ പോസിറ്റീവായിട്ടുള്ളൊരു വിജയത്തിലേക്കാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. തനിക്ക് ചേരാത്തത്, തനിക്ക് വേണ്ടാത്തത്, തന്നെ വേണ്ടാത്തത് ഏതെങ്കിലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ആ വ്യക്തി മറ്റൊരു ദിശയിലേക്ക് പോകുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.